എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നതാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആലിസ് ആണെങ്കിൽ നമ്മൾ ഡ്രേക്കിന്റെ പിന്നാലെ പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഡ്രേക്കും അതുപോലെ തന്നെ കത്രീന ആൻറ്റിയും തമ്മിൽ കിസ് ചെയ്ത കാര്യം, അതിന് കിസ് എങ്ങനെ അടുത്തേക്ക് വരുന്നത് അവൾ കണ്ടല്ലോ. അപ്പോഴേക്ക് അവൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്ന സംഭവം പറയാൻ അവൾക്കൊരു അസ്വസ്ഥത ഉണ്ടായിട്ട് നേരെ തന്നെ നമ്മുടെ ആയൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആയാണെങ്കിൽ ഒരു ഹൊറർ മൂവി കാണാനുള്ള ഒരു പ്രിപ്പറേഷനിലാണെങ്കിൽ റൂമും കാര്യങ്ങളൊക്കെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ആ ഒരു ഇതിലിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞത് ശരിയാണ്, അവർ തമ്മിൽ എന്തോ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അവർ കിസ് ചെയ്തത് ഞാൻ കണ്ടു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ പറയുന്നത് ഡ്രേക്ക് ഇത്രക്കാരനായിരുന്നോ, അവന് ഇത്ര വലിയ ആൾക്കാരോടാണോ പ്രേമവും കാര്യങ്ങളും. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ആലിസ് പറയുന്നുണ്ടായിരുന്നു അവനതിന് ഏകദേശം ആ ഒരു ആൻറ്റിക്ക് ഒരു 20-23 വയസ്സേ ഉണ്ടാവുള്ളൂ, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ലല്ലോ. പക്ഷെ നമ്മുടെ ആയ പറയുന്നുണ്ടായിരുന്നു എന്നാലും ആ പാവ അങ്കിളിനെല്ലാം ഒരു പറ്റിക്കുന്നത്, എന്തായാലും അവരെ അമ്മയാവും, അമ്മൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണല്ലോ ഈ ഒരു കത്രീന, അവരിങ്ങനെ പ്രേമിക്കണതും കാര്യങ്ങളൊന്നും ശരിയല്ലല്ലോ, എന്തൊക്കെയാണ് കാട്ടിക്കൊടുക്കുന്നത്, ഞങ്ങൾക്കാണെങ്കിൽ അങ്കിളിനോടൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ആയ സംസാരിക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ഇവർ ക്ലാസ്സിലിൻ്റെ ഒരു സീനും കാര്യങ്ങളൊക്കെയാണ്. അവർ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണെങ്കിൽ ഇവരുടെ ടെൻഷൻ ഇതന്നെയാണ്, ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. ആയോട് ആലിസ് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇന്നലെ ശരിക്കും ഒന്നും ഉറങ്ങാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു കിസ് നടന്ന സംഭവം കൊണ്ടാണോ അതോ എൻ്റെ അടുത്ത് കിടന്നുകൊണ്ടാണോ എന്ന് പറഞ്ഞ് ഇവർ കിസ് ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അങ്കിളിനൊക്കെ കിസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആയ പോകുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ടാണെങ്കിൽ അവിടെ നമ്മൾ വേഗം ഓടി രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ക്ലാസ്സിലാണെങ്കിൽ ഒരു പുതിയ മിസ്സ് വന്നിട്ട് മിസ്സാണെങ്കിൽ ഓരോ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 3 പേരടങ്ങുന്ന ഒരു ടീം ആവാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആലിസിനെ ആയനൊക്കെ ഇങ്ങനെ അവോയ്ഡ് ആക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ആലിസും ആയും പിന്നെ ഒരാളെയും കൂടെ വേണമല്ലോ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ആരെ നമുക്ക് ചേർക്കുന്നു. അപ്പോൾ ഒരു ഡ്രേക്കിനെ ചൂണ്ടി കാണിച്ചിട്ട് നമ്മൾ എന്തായാലും എഫ് ഫെയിൽഡ് ആണ്, അപ്പോൾ ഉള്ള ഒരാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അടിപൊളിയാണല്ലോ. അപ്പോൾ നീ ചോദിക്കും ഡ്രേക്ക് അതിനൊക്കെ സമ്മതിക്കുമോ, നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പോയി ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആയ അങ്ങോട്ടേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഡ്രേക്ക് ആണെങ്കിൽ ഇങ്ങനെ ഒരു സാധാരണ എങ്ങനെയാണ് അവൻ ക്ലാസ്സിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങി നിൽക്കുന്ന ആ ഒരു പതിവും കാര്യങ്ങളൊക്കെ ആണല്ലോ. സോ അതുപോലെ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാലും നമ്മുടെ ആയ ആ ഒരു ശ്രമം കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. ആയ ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലിസ്റ്റിൽ അവൻ്റെയും കൂടെ പേര് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആലിസ് ചോദിക്കുന്നുണ്ട് അതിന് അവൻ എസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവൻ ആരോടും അങ്ങനെ മിണ്ടയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അവൻ മിണ്ടാതിരിഞ്ഞ് കഴിഞ്ഞാൽ എസ് എന്തെങ്കിലും തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ അർത്ഥം പറഞ്ഞിട്ട് അവൾ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ തുള്ളിച്ചാടി കളിച്ച് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണ് ഈ ഷീനും ആയും കൂടെ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അവിടെ ആലിസ് ഇല്ല, പക്ഷെ ആലിസ് ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്തോ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ എനിക്ക് ക്രഷുള്ള ആൾക്ക് ഇവൾക്ക് എന്താ കാര്യം, ഇവൾ എന്താണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫൈനൽ ഡിസിഷനും കാര്യങ്ങളൊക്കെ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഷീൻ്റെ അടുത്ത് നമ്മുടെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ആലിസ് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, എന്തോ കൊനിഷ്ടൊപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ മിസ്സാണെങ്കിൽ ആലിസിനോടും അതുപോലെ തന്നെ ഡ്രേക്കിനോടും ഓഫീസിലോട്ട് ചെല്ലാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. ഐ മീൻ ചെറിയൊരു കൗൺസിലിംഗ് പോലെ അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇതാണ് പണി ഒപ്പിച്ചെന്നുള്ള കാര്യം അവൾക്ക് കത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവൾക്ക് ആകെ ചടച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഡ്രേക്ക് ഇരുന്നുറങ്ങുകയാണ്. അവൻ എപ്പോഴും ഉറക്കം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങാതെ ഇരുന്നോടെ. അങ്ങനെ അവൾ മുഷിഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴായിരുന്നു ഇവൻ എന്തൊന്നും മിണ്ടാത്തെന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ഒരു ശബ്ദം കേട്ട് അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണം, അവിടെ ടീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല, ഇവൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളായിട്ട് അതിന് നോർമലി പനി വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ ചെയ്യുക, അതുപോലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, വെള്ളം കൊണ്ട് വൈപ്പ് ചെയ്യുക. അങ്ങനെ ഇവളാണെങ്കിൽ അവനെ ഷർട്ട് ഊരാൻ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഞരമ്പ് രോഗ്യം കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവന് പനിയല്ലേ, സോ അത് പ്രശ്നമുള്ള കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവൾ ഊരുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അവൻ്റെ ആ ബോഡിയും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട്. നോ എൻ്റെ കൺട്രോൾ പോകാൻ പാടില്ല, എന്നെ നല്ലൊരു കുട്ടിയാന്നുള്ള രീതിയിൽ അത് തുടച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ നല്ല ഫ്രണ്ടിനെ പോലെ, പക്ഷേ ഇവളുടെ മനസ്സിൽ ഷീനാണ്, സോ അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും അവളുടെ മനസ്സിലേക്ക് വരുന്നില്ല. അങ്ങനെ ഒരു ഫ്രണ്ടിനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവൾ ചെയ്ത് കൊടുത്തിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ശബ്ദം കേട്ടിട്ട് അവൾ അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ പനിയൊക്കെ മാറിയോ എന്നുള്ള രീതിയിൽ അവൻ്റെ നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് ആയ വരുന്നുണ്ടായിരുന്നത്. ആയാണെങ്കിൽ അവൾ അങ്ങ് നല്ല രീതിയിൽ ട്രോളുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. അപ്പം നീ ഈ കാര്യം ഒപ്പിച്ചതില്ലേ, നീയും ഷീനും കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് ഒപ്പിച്ച് വന്ന് ഒരു എത്തിച്ചതല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് നമ്മൾ കാണിക്കുന്നതാണ് നമ്മുടെ സാറ്റർഡേ ഡേ ആട്ടോ. ഇവരാണെങ്കിൽ ഐ മീൻ നമ്മൾ കാണുന്നത് ആലിസിനെയാണ്. ആലിസ് ആണെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ആയ വരുന്നുണ്ടായിരുന്നു. ആയ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നൊരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു 3 ഗ്രൂപ്പായിട്ട് കുറച്ച് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് നമുക്ക് പുറത്ത് പോകാമെന്ന്. അപ്പോൾ നമ്മുടെ ആലിസ് ആണെങ്കിൽ ഒഴിയാൻ വേണ്ടി മാക്സും അതിൻ്റെയൊക്കെ ഇടാൻ വേണ്ടി നല്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മുടെ ആയ വിട്ടു കൊടുക്കാൻ തയ്യാറല്ലോ. സോ നമ്മുടെ ആലിസിനെ ഒരുക്കി കെട്ടിക്കൊണ്ട് നമ്മുടെ ഡ്രേക്കിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഡ്രേക്കിൻ്റെ ഫാദറിന് അറിയാൻ തോന്നുന്നു ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഇവരാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ്, ഇവരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്. കാരണം അങ്കിളിനെ അവരെ നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്കിൾ വന്നപ്പോൾ തന്നെ ഭയങ്കര കൂളായിട്ട് പറയുന്നുണ്ടായിരുന്നു അയ്യോ എൻ്റെ മരുമകൾ വന്നു, മരുമകൾ ഫ്രണ്ടും വന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. നിന്നെപ്പോലെ തന്നെ ഐ മീൻ ലൈക്ക് ഉറങ്ങുകയാണ് നമ്മുടെ ഡ്രേക്ക് എന്നുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് കത്രീന ആൻറ്റി വരുന്നുണ്ട്, ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കത്രീന ആൻറ്റിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന ബുദ്ധിമുട്ടായോ എന്നുള്ള രീതിയിൽ. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. കുറേ തന്നെ ഡ്രേക്കിനെ കുറിച്ചിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്.
സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ നമ്മുടെ ആലിസ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു, നീ കൂടുതൽ കുശുമ്പ് കൂട്ടിയിട്ട് കാര്യമില്ല, ഞാൻ തന്നെ നമ്മുടെ ഡ്രേക്കിനെ വളച്ചെടുക്കുന്ന രീതിയിൽ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ആലിസ് മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീടാണെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഇന്ന് ഒരു സംസാരം തുടങ്ങിയിട്ടുണ്ട്. ഇവർ ഡാഡി ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എങ്ങനെയാണ് ആദ്യം കണ്ടതെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു അവങ്ങനെ ട്രാൻസ്ഫർ ആയി വന്നതാണല്ലോ, സോ അങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് പരിചയപ്പെട്ടത്, കണ്ടത്, ഇഷ്ടത്തിലായതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചെങ്ങനെയാണ് കത്രീന ആൻറ്റീനായിട്ട് ഇങ്ങനെ പരിചയവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഡ്രേക്കിൻ്റെ മുന്നത്തെ ക്ലാസ് ടീച്ചറായിരുന്നു, മുന്നേ പഠിപ്പിച്ച ടീച്ചറായിരുന്നു ഈ ഒരു കത്രീന. സോ അങ്ങനെ കണ്ട് പരിചയപ്പെട്ടിട്ട് ഇങ്ങനെ ഇഷ്ടത്തിലായതാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓ അങ്ങനെയാണല്ലേ അപ്പോൾ കഥ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമ്മുടെ കത്രീനേൻ്റെ അതുപോലെ ഡ്രേക്കിൻ്റെ റിലേഷനെ കുറിച്ച് ഇവർ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പരസ്പരം. കൂടാതെ തന്നെയാണ് എനിക്ക് ഡാഡി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇവിടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, എനിക്ക് നല്ലൊരു കൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ ആ ഒരു സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് ഡ്രേക്ക് വരുന്നുണ്ടായിരുന്നു. ഡ്രേക്ക് ആണെങ്കിൽ ഒരുമാതിരി നോട്ടവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഡാഡി ചോദിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് മീറ്റിലാവുമ്പോൾ ഒരു ഹായ് മാത്രം കൊടുത്താൽ മതിയോ, വേറെ രീതിയിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ തൽക്കാലം നമുക്കൊരു ഹായ് എന്നുള്ള കൊടുക്കാന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഹായും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ അവിടുന്ന് ഡ്രേക്ക് വേഗം തന്നെ പോകുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഡാഡ് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പ്രൊജക്റ്റ് എല്ലാവരും ഒരുമിച്ച് നമ്മുടെ ഡ്രേക്കിൻ്റെ റൂമിൽ നിന്നിട്ട് ചെയ്യാൻ എല്ലാവരും തയ്യാറായിക്കൊള്ളു, നല്ല അടിപൊളിയായിട്ട് എല്ലാ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറയുമ്പോൾ ഡ്രേക്ക് പറയുന്നുണ്ട് ഡാഡ് എൻ്റെ റൂമിലോ എന്നുള്ള രീതിയിൽ സംസാരിച്ച് അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ആ ഒരു ദേഷ്യത്തിൽ നടത്തവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവർ വേഗം തന്നെ അവന് പിന്നാലെ പോകുന്നുണ്ടായിരുന്നു. അവനിട്ട് വേഗം റൂമിലേക്ക് കയറി വാതിലടച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്ത് പെടുമല്ലോ, സോ വേഗം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവർ അങ്ങോട്ടേക്ക് കയറിയപ്പോൾ നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള റൂമാണ്. ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഇവനൊരു മനുഷ്യൻ തന്നെയാണോ, ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രസമായിട്ടൊന്നും ഇട്ട് കാണുന്നില്ല. അപ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ട് ഇവ എന്തോന്ന് മനുഷ്യൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണല്ലോ. സോ ഇവനാണെങ്കിൽ അവിടെ നിന്നിട്ട് അവൻ്റെ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഇവരത് മൈൻഡ് ചെയ്യാതെ നമ്മുടെ അവനോട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്തോട്ടേന്ന്. അപ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇവളാണെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ ആലിസ് ചോദിക്കുന്നുണ്ട് ആയനോട്, അവനതിന് യെസ്സും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞതില്ല, അവനൊന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ യെസ് എന്നാണ്, എന്തെങ്കിലും മിണ്ടിയാ നോ എന്നുള്ള അർത്ഥം. അങ്ങനെ അവരാണെങ്കിൽ അതിലിങ്ങനെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഡ്രേക്കിൻ്റെ മുന്നത്തെ ഡ്രേക്കിൻ്റെ മോം ഡാഡും അങ്ങനെ അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് മുന്നത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് ഡാഡ് വന്നിട്ട് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. ആ ഒരു സമയത്താണെങ്കിൽ ആണെങ്കിൽ വേഗം അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ വീണ്ടും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ആകെ പാടെ ചടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ നമ്മുടെ ആയൻ്റെ അടുത്തേക്ക് തിരിച്ച് നടക്കാൻ പോകുന്ന സമയത്തായിരുന്നു ചെറിയൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡോർ അവിടുന്ന് പുറത്തുനിന്ന് ഉള്ളിൽ കൂടെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ പുറത്തുനിന്ന് എന്തോ കാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവളാണെങ്കിൽ ആകെ അവിടെ പെട്ട് ഓരോ ബുക്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ തലയിൽ തട്ടി അവൾ അങ്ങോട്ടേക്ക് വീഴുന്നുണ്ടായിരുന്നു. ആ ഒരു സൗണ്ട് കേട്ട് അവരെ കാണാതെയാവും നോക്കുമ്പോൾ ഇവളാണെങ്കിൽ അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഇവർ പോയി എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അവൾ നീട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരെ കണ്ടപ്പോൾ ഇവളടുത്തേക്ക് വെച്ചിട്ട് ഇവൾക്ക് പാക്കും കാര്യങ്ങളൊക്കെ ഐസ് പാക്കും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി ഇവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഹാർട്ട് ബീറ്റ് നല്ലോണം റേസ് ആവുന്നുണ്ട്. ഇവൾക്ക് എന്താ പറ്റുന്നതെന്നുള്ള ഇവൾക്ക് മനസ്സിലാവുന്നില്ല. ഇവനെ സെഡ്യൂസ് ചെയ്യാൻ വന്നിട്ട് ഇവിടെ സെഡ്യൂസ് ആവുന്നുള്ള രീതിയിലും കൂടെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ നല്ല രീതിയിൽ ക്ലോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ലോണം കണ്ണും നോക്കി വരുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് കത്രീന ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കത്രീന ആൻറ്റിനെ കണ്ടിട്ട് അവന് അവർ പെടഞ്ഞു ഓടി വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ ആണെങ്കിൽ സന്തോഷം ലാലല പാടി പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന ഈ ഡ്രേക്ക് നമ്മുടെ വീടിന് മുറ്റത്ത് ഇങ്ങനെ രാത്രി ഓരോന്ന് ആലോചിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് കത്രീന ആൻറ്റി വന്ന് പറയുന്നുണ്ടായിരുന്നു നീ നിൻ്റെ സോൾമേറ്റിനെ കണ്ടുപിടിച്ച എന്തുകൊണ്ടും നല്ലതായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു എന്തിനെങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടം എന്നുള്ള കാര്യം അറിയില്ലേ. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ആൻറ്റി പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ഡാഡിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളാണ്, സോ അതിനെക്കുറിച്ച് ഇനി അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് അവിടെ നടന്ന് നീറ്റ് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇവനാണ് ഡ്രേക്ക് ആണെങ്കിൽ അദ്ദേഹത്തെ കത്രീനെ നല്ല ഇഷ്ടമുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ അവിടെ മുന്നിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇത് മോമിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലും കൂടെ കണ്ണുകുത്തിയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ മൗമിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കത്രീനോട് ഇഷ്ടത്തിലാവുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവാം. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ഇവളാണെങ്കിൽ ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാ സമയത്തും ഇവൾക്കാണെങ്കിൽ ഡ്രേക്കിനെ തന്നെയായിട്ട് ഓർമ്മ. കാരണം ഇവൾ ആകെ അവൻ്റെ ഒരു ഇതിൽ മുഴുകിയിട്ടുണ്ടായിരുന്നു. ഇവൾ പതുക്കെ അവനിലേക്ക് അടുക്കുകയാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അങ്ങനെ ക്ലാസ്സിൽ പിന്നീട് കാണുന്നത് ക്ലാസ്സിലാണെങ്കിൽ ഇവരുടെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. സർപ്രൈസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. സ്വാഭാവികമുള്ള പോലെ തന്നെ രണ്ടുപേരും ആലിസും ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഞാനാണ് നിൻ്റെ സോൾമേറ്റ്, കണ്ടില്ല നമ്മൾ എല്ലാവരും ഒരുമിച്ച് എപ്പോഴും തോക്കലാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂടെ തന്നെ ഇവർക്ക് ക്ലാസ്സിൽ എല്ലാവരും കുറച്ച് ആൾക്കാർ ഫെയിൽ, കുറേ ആൾക്കാർ നല്ല രീതിയിൽ മാർക്കും കാര്യങ്ങളൊക്കെ നേടില്ല. അപ്പോൾ ഈ മാർക്ക് നേടിയ ആൾക്കാർ ഈ ഫെയിലായ ആൾക്കാരെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ റാങ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും നല്ല ഇൻട്രസ്റ്റോട് കൂടി നോക്കുന്നുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും നോക്കുന്നില്ല. പക്ഷെ ഫൈനലി വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ഡ്രേക്ക് നമ്മുടെ ആലിസിനെയാണ് നോക്കാൻ വേണ്ടി ട്യൂട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം നമ്മുടെ ആയനെ ട്യൂട്ടർ ചെയ്യാൻ പോകുന്നത് ആരെന്താ അറിയോ, ഷീന കേട്ടോ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ബോയ് ഫ്രണ്ട് നിന്നെതാക്കുക, എനിക്ക് തിരിച്ചു വേണം എൻ്റെ ഷീനെന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പറയുന്നുണ്ട് എന്തൊരു കഷ്ടമാണ് ദൈവമേ, എൻ്റെ കാര്യത്തിന് മാത്രം ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ എന്നെയല്ല പഠിപ്പിക്കേണ്ടത്, ഇതിപ്പോൾ ഇവളെ പഠിപ്പിക്കുകയാണ് എൻ്റെ ഫ്രണ്ടിനെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ അവളെ നമ്മുടെ ഷീനെ കളിയാക്കിക്കൊണ്ട് ആലിസ് പറയുന്നുണ്ടായിരുന്നു ആ ഒരു ക്രൈ ബോയ് അല്ല, എനിക്കിപ്പോൾ വന്നാലും വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ആലിസ് ആണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം നമ്മുടെ ഡ്രേക്ക് ആണെങ്കിൽ എന്തായാലും അവരോട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ അവൻ്റെ മുന്നിൽ നാണം കെടണ്ടെന്നുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ മോമും ഡാഡും വരുമ്പോൾ ഇവളിങ്ങനെ പഠിക്കുന്ന കണ്ട് നല്ല സന്തോഷിച്ച് ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം. അപ്പോൾ ട്യൂട്ടറിങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ആദ്യം നമ്മുടെ ആലിസ് വേറെ ആളെ പഠിപ്പിക്കാൻ പോകുക എന്നുള്ള കാര്യമാണ്. പക്ഷേ പറയുന്നുണ്ട് അല്ല, ഡ്രേക്ക് എന്നെ പഠിപ്പിക്കാൻ വരിക എന്നുള്ള കാര്യം. പക്ഷേ ഇവരുടെ പാരൻസ് പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല, നീ നല്ല രീതിയിൽ പഠിച്ചാൽ മതി, നിനക്ക് എന്തായാലും ഓരോ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, സോ അതിനൊക്കെ നിനക്ക് നല്ല മോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ഇവരുടെ കഫറ്റീരിയയിൽ വെച്ചിട്ടാണെങ്കിൽ ആലിസും അതുപോലെ തന്നെ കെയും തമ്മിൽ സംസാരത്തിൽ ഏർപ്പെടുന്നതാണ്. വേറെ ഒന്നല്ല, ഇവരുടെ ബോയ് ഫ്രണ്ട്സും കാര്യങ്ങൾ ഡ്രേക്കിനെ നീ എത്രമാത്രം വളച്ചെടുത്തു എന്നുള്ള രീതിയിലൊക്കെ കളിയാക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് അങ്ങനെ എന്തിനാ വളച്ചെടുക്കേണ്ട ആവശ്യം, ഞാൻ അവളുടെ ഗേൾ ഫ്രണ്ട് ആണല്ലോ എന്നുള്ള രീതിയിൽ ആലിസ് സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവർക്കൊരു പുതിയൊരു പ്രോഗ്രാം വരുന്നുണ്ട്. സോ ആ ഒരു പ്രോഗ്രാമിനാണെങ്കിൽ നമ്മുടെ ഡ്രേക്കിൻ്റെ ഒപ്പം ആയിരിക്കും നമ്മുടെ ആലിസ് വരിക എന്നുള്ള രീതിയിൽ അവളെ വാശി പിടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചൊടിപ്പിച്ച ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓ അങ്ങനെയോ, അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഞാൻ നിന്നെ ബെറ്റ് വയ്ക്കുകയാണ്, നിനക്ക് പറ്റുന്നത് പോലെ നീയും പാർട്ട്നേഴ്സായിട്ട് ഈ ഒരു ഫംഗ്ഷന് വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ സമ്മതിച്ച് തരുന്ന രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നടക്കുമോ. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു നടക്കില്ലെങ്കിൽ ഇപ്പോൾ അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പറയുന്നത്. കൂടെ തന്നെ നമ്മുടെ ആലിസ് ആണെങ്കിൽ ഡ്രേക്കിനോട് ഈ കാര്യം ചോദിക്കാൻ വേണ്ടി മാക്സിമം അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇവനാണെങ്കിൽ മാക്സിമം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അങ്ങനെ അവൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഷീനാണെങ്കിൽ പുറത്തേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവളുടെ വീടിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷീൻ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഷീനിൻ്റെ അമ്മയാണെങ്കിൽ ഏത് ഡ്രസ്സാണ് ഇട്ടുന്നത് അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ടൈയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവനെ പുറത്തേക്ക് വിട്ടതായിരുന്നു. അപ്പോൾ ഇവളോട് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് രണ്ടുപേർക്കും പെയേഴ്സായി പോയാലോ, നമുക്ക് ഒരുമിച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചാലോ, ഒരേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചാലോ. ഇവൾ നല്ല സന്തോഷത്തിൽ നെട്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട് നമ്മൾ നല്ല ഫ്രണ്ട്സിലെ നമുക്ക് അങ്ങനെ ആവാലോ എന്നുള്ള രീതിയിൽ സന്തോഷിച്ച് സംസാരിച്ചിട്ടാണ് അവിടെ പോകുന്നുണ്ടായിരുന്നു. ഇവളുടെ മനസ്സിലാണെങ്കിൽ ലഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഫ്രണ്ട് എന്ന രീതിയിലാണെങ്കിലും ഇവരൊരു നല്ലൊരു പെയറായിട്ട് പോകാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷവും കാര്യങ്ങളും ഇവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അവൾ വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിൽ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ച് ഇവിടെ അമ്മയുടെ അടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മ നല്ലൊരു ഡിസൈനർ ആണല്ലോ, സോ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ള കാര്യം ഷുവറാണ്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ആലിസ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആയനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഷീനും താനും തമ്മിൽ പെയേഴ്സ് ആയിട്ടാണ് നാളെ ആ ഒരു പ്രോഗ്രാമിന് വരാൻ പോകുന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു നീ ഒരു ബെറ്റ് വെച്ച കാര്യം മറക്കണ്ടിട്ടാണ്. അപ്പോൾ അവൾ പറഞ്ഞു എന്ത് ബെറ്റ്, എനിക്കൊരു ഷീനാണ് വലുത്, ഞാൻ നല്ല ഹാപ്പിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ആ ഒരു ഡിസൈൻ ചെയ്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അതിസുന്ദരിയായിട്ടാണ് നമ്മുടെ കഥാനായിക ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ ഇവർ നല്ല രീതിയിൽ ഹാപ്പിയാണ്. ഇവർ പറയുന്നുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് വരാൻ പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷീനാണെങ്കിൽ ഇവർ ഒരുപാട് നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 8 മണിയായിട്ട് ഷീനെ കാണാനില്ല, ചെറിയ ട്രാഫിക്കിൽ പെട്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരുപാട് നേരം മുഷിഞ്ഞിട്ടാണെങ്കിൽ ഇവളാണെങ്കിൽ ഗേറ്റ് ക്ലോസ് ചെയ്യാനുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇനി നിന്നിട്ട് കാര്യമില്ല, ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു കൈ വരുന്നുണ്ടാവും. മാറ്റുമ്പോഴാണ് നമുക്ക് കാണുന്നത് ഡ്രേക്ക് അവൾ ആ ഒരു ഫംഗ്ഷന് വിളിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ഇടാനും മറക്കരുത് കേട്ടോ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. നമ്മൾ ഉടനെ നെക്സ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ആക്കുന്നുണ്ടായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് സംനൻ സൈനിങ് ഔട്ട്. ബൈ.